എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 ഫയലുകൾ അക്കങ്ങളായി നൽകിയിരിക്കുന്നു. അവർ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ആയപ്പോൾ അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു. ഇതേക്കുറിച്ചാണ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചില രഹസ്യങ്ങളാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. എങ്കിൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈല 763 എന്ന അക്കം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ആയപ്പോൾ അവർ നിങ്ങളുടെ വില അറിയുന്നത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം മൂലം ഏറ്റവും നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷേ നിങ്ങളുടെ വില അറിയാതെ അവർ നിങ്ങളെ സ്നേഹിച്ചില്ല, നിങ്ങളിൽ നിന്ന് അകന്നു. നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവരായി മറ്റു ചിലരെ അവർ കണ്ടു. യഥാർത്ഥ സ്നേഹത്തെ അവർക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ സ്നേഹത്തെ എന്താണ് ഈ വ്യക്തി മനസ്സിലാക്കാത്തതെന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഒന്നും ആർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കാലം കുറേ കറങ്ങി തിരിഞ്ഞ് പോയപ്പോൾ അവർക്ക് മനസ്സിലായി ദുഷ്ടലാക്കുള്ളവരാരാണ്, യഥാർത്ഥ സ്നേഹമുള്ളത് ആർക്കാണെന്നൊക്കെ. അങ്ങനെ അവർ നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ സ്നേഹത്തെ കണ്ടെത്തി. ഈശ്വരൻ, നിങ്ങളുടെ ശക്തി, പോസിറ്റീവ് എനർജി, നിങ്ങളുടെ യഥാർത്ഥമായ ഗുണങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. നിങ്ങളില്ലാതെ ആയൊരു സാഹചര്യം ഉണ്ടായി. അവഗണനകൾക്കൊടുവിൽ മാനസികമായ വിഷമം കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എല്ലാം മാറ്റിവെച്ച് പിന്മാറി. കൂടുതൽ അടുക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ അധികാരങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന തോന്നൽ ആ വ്യക്തിക്കുണ്ടായി. അവസാനം നാണം കെട്ട് നിങ്ങൾക്ക് പിന്മാറേണ്ടി വന്നു. അങ്ങനെ വിഷമിച്ച് പിന്മാറിയ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വീണ്ടും കടന്നു വരികയാണ്. നിങ്ങളില്ലാതെ ആയപ്പോൾ കട്ട പിടിച്ച ഇരുട്ട് ആ വ്യക്തിയെ മനസ്സിലാക്കി. നിങ്ങളാണ് യഥാർത്ഥ ആത്മാർത്ഥതയുള്ള വ്യക്തി എന്നുള്ള നഗ്നമായ സത്യം ആ വ്യക്തിക്ക് മനസ്സിലായി. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആരും ഇതുവരെ ആരെയും സ്നേഹിക്കാത്തത്ര ജീവിതത്തിൽ തീഷ്ണതയോടെ നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹം നിങ്ങൾ കണ്ടറിയും. ആ സ്നേഹം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ 543 എന്ന് പറയുന്ന ആ പൈല്, അത് സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. അവർ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ആയപ്പോൾ അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി. ആ വ്യക്തി നിങ്ങളെ മുൻപ് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. നിങ്ങൾക്ക് മുമ്പിലുള്ള ചില ആളുകൾ, നിങ്ങളോട് അടുത്ത ചില ആളുകൾ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാകുകയും ചെയ്തു. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷമം തോന്നി. എനിക്കായിരുന്നല്ലോ ആ വ്യക്തിയോട് കൂടുതൽ ആത്മാർത്ഥ സ്നേഹം, ഞാനായിരുന്നല്ലോ ആ സ്നേഹത്തിന് അവകാശി, എന്നിട്ടും ഞാൻ തിരസ്കരിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ള ദുഃഖം ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോകുന്നു, കുറേ ദിനങ്ങൾ. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുപ്പം വരുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ദുഷ്ടലാക്കുള്ള ആളുകളുമായി അടുത്തപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായത് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് താൻ ആത്മാർത്ഥത ഉണ്ട് എന്ന് കരുതിയ ആളുകളെന്നാണ്. അങ്ങനെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയായ നിങ്ങളെ ആ വ്യക്തി കണ്ടെത്തുകയാണ്. പരീക്ഷണങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഇഷ്ടബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ ഒടുവിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ നന്മയും നിങ്ങളുടെ ഹൃദയത്തിലാണെന്ന് ആ വ്യക്തി കൃത്യമായിട്ടറിയുന്നു. അങ്ങനെ നിങ്ങളിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുകയാണ് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ. ആ വ്യക്തി കുറ്റബോധത്താലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. മുൻപ് നിങ്ങളെ തിരസ്കരിച്ചു പോയതിൻ്റെ
ആ ഒരു കുറ്റബോധം. മുൻപ് താൻ തിരഞ്ഞെടുത്തത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ചോയ്സ് തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടാവുന്നു. അവഗണിക്കപ്പെട്ടതിലുള്ള ദുഃഖം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെക്കാളും, എല്ലാ പ്രതിസന്ധികളെക്കാളും കൃത്യമായ ഒരു നന്മ നിങ്ങളിലേക്ക് ആ വ്യക്തിയിൽ നിന്നെത്തുന്നു. അത് സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി തരുന്നു, മുക്തി തരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനും രക്ഷ നേടാനും കഴിയുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ആരും നിങ്ങളെ തോൽപ്പിക്കാനില്ല. എല്ലാവരും നിങ്ങൾക്ക് നന്മ നൽകുന്നവരായിട്ട് മാറുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.